ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 39 ഭാഗത്തേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് പ്രവചനവും ചരിത്രവും അടങ്ങിയിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ചില പ്രധാന കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 41 വാക്യം മുതൽ 44 വാക്യം വരെയും നാം വായിക്കുമ്പോൾ കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ളതായ ഒരു ഭരണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദാനിയേൽ പറയുന്നത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. അതിൻ്റെ 44 വാക്യം ഇങ്ങനെയാണ്: ഈ രാജാക്കന്മാരുടെ കാലത്തെ എന്ന് പറഞ്ഞാൽ ബാബിലോണ്യ സാമ്രാജ്യം മുതൽ ഇപ്പം വരെ സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം ദൈവം സ്ഥാപിക്കും. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ പല നിലയിലുള്ള ഭരണമാണുള്ളത്, പല നിലവാരത്തുള്ള ഭരണമാണ്. ജനാധിപത്യ ഭരണമുണ്ട്, ഏകാധിപത്യ ഭരണമുണ്ട്, സ്വച്ഛാധിപത്യ ഭരണമുണ്ട്. ഈ രീതിയിലുള്ള പല ഭരണങ്ങളാണ് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുമ്പോൾ ഈ മൂന്നിലേതാ തെരഞ്ഞെടുക്കുന്നത്? ദൈവം തമ്പുരാൻ ഇതിലൊന്നും തിരഞ്ഞെടുക്കുകയില്ല. താൻ തിരഞ്ഞെടുക്കുന്നത് തൻ്റെതായ ജനത്തെ ഭരിക്കുവാൻ ഒരു ദൈവാധിപത്യ ഭരണമായിരിക്കും താൻ ഇവിടെ കാഴ്ചവെക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്: കൈ തൊടാതെ വന്ന കല്ല് പർവ്വതത്തിൽ നിന്നും പറിഞ്ഞു വന്നേ ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞു. അതിന് താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിക്കുന്നു. നമുക്കിനൽപ്പം ചരിത്ര ഭാഗത്തിലേക്ക് വരാം. 1977 ഞാൻ ആ പാർട്ടിയുടെ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. വൻ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണം അവരേറ്റു. നല്ല കഴിവുള്ളവരായിരുന്നു, പ്രാപ്തന്മാരായിരുന്നു. പക്ഷെ 2 വർഷം പോലും ശരിക്ക് ഭരിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം എന്ന് പറയുന്നത് ദാനിയേൽ പറയുന്നൊരു കാര്യമാണ്. ദാനിയേൽ പറഞ്ഞിരിക്കുന്ന 2600 വർഷങ്ങൾക്ക് മുമ്പേ താൻ പ്രവചനാത്മാവിനാൽ കണ്ട് പ്രവചിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭിന്ന രാജ്യത്വമാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊന്നും ഒക്കുകയില്ല. അതാണ് ഭിന്ന രാജ്യത്വത്തിൻ്റെ കുഴപ്പം. ഒരാൾ പറയുന്ന മറ്റേയാൾ എതിർക്കുകയാണ്. അത് ഒരു ഐക്യതയുള്ള ഭരണം ഇനി ലോകത്തിൽ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. 1957 നമുക്ക് ചരിത്രം അറിയാവുന്നവർക്കറിയാം ആരാണ്. അന്ന് മുതലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ ഭരണം തുടങ്ങിയെങ്കിലും അന്ന് മുതൽ എല്ലാ മന്ത്രിസഭയില്ലെങ്കിലും പല മന്ത്രിസഭയും അതിന് കാലം
തീരുന്നതിന് മുമ്പേ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലി പിടിച്ച് അത് തകർന്ന ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മന്ത്രിസഭകളുണ്ട്. ഞാൻ അതിൻ്റെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് പറയുന്നത് പല പാർട്ടികൾ ചേർന്ന് ബൈബിളിൻ്റെ ഭാഷയെ പറഞ്ഞാൽ സങ്കരണ ഭരണം, അഥവാ ബൈബിൾ പറയുന്നത് പോലെ ഇരുമ്പ് ബലമുണ്ട്, കളിമണ്ണ് ബലമില്ല. ബലമുള്ളതും ബലമില്ലാത്തതുമായ വ്യക്തി ജീവിതങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഭരണത്തിലെ പലപ്പോഴും ചേരാതെ വണ്ണം തകർച്ച ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം മാത്രമല്ല, മിക്ക സംസ്ഥാനങ്ങളിലും ബൈബിൾ പറയുന്നത് പോലെ ഭരണം പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. ദാനിയേൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇത് ഒരു ഭിന്ന ഭരണമായിരിക്കുന്നതുകൊണ്ട് ശരിയാവണ്ണം ഭരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ദാനിയേൽ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്നും പാഞ്ഞു വന്നു. ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞു. കാരണം മഹാദൈവം തൻ്റെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പേ ഭരണകൂടങ്ങൾ മുഴുവൻ ദൈവം തന്നെ അതിൻ്റെ തിരിശീല വീഴ്ത്തത്തക്കവണ്ണം ആയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് നോക്കിയാൽ ഇന്ന് മധ്യപൂർവ്വ പ്രദേശങ്ങൾ നടക്കുന്ന യുദ്ധങ്ങൾ വിളിച്ചു പറയുന്നത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ചിലപ്പോൾ വഴിത്തിരിയാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനു മുമ്പേ തൻ്റെ സഭയെ ദൈവം ചേർത്തുകൊള്ളും. സമയം സമാഗതമായിരിക്കൊണ്ട് എന്നെ കേൾക്കുന്നവരെ ഒരുങ്ങുക, പോകുവാൻ തയ്യാറാകുക. ഭാരതം ഒരു വലിയൊരു കൊയ്ത്തുണ്ടാകാൻ പോവുകയാണ്. ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളും അതിൽ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.